Hello, welcome to my channel. ഞാൻ വികാരി ക്രൂസ്. ഞാൻ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ആണ്. ഈ ചാനലിൽ നിന്ന് നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്ന് നോക്കുക. ഈ ചാനൽ ആൻഡ് ഇതിൽ വരാൻ പോകുന്ന വീഡിയോസ് മൊത്തം ബിഗിനർ ഫ്രണ്ട്ലി ഇംഗ്ലീഷ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ പോലും ദിസ് ഇസ് ദ വെരി ഫസ്റ്റ് വീഡിയോ മലയാളത്തിൽ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ലെറ്റേഴ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, അങ്ങനെ നമ്മൾ ലെറ്റേഴ്സ്, വേർഡ്സ്, പിന്നെ സെന്റൻസ് ഫോർമേഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടാണ് ഈ പെർട്ടിക്കുലർ ചാനലിന്റെ മോട്ടോ. പഠിപ്പിക്കണം എന്നുള്ളതാണ് ഈ ചാനലിന്റെ മോട്ടോ. സോ അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. And if you're interested, stay here with me. Let's get started. So, ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ലെറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. നമുക്കറിയാം അത് 26 ഇൻ നമ്പർ ആണ്. സോ ഇത് 26 ലെറ്റേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണ് എന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ടൈപ്സ്, പിന്നെ എന്ത് കാരണമാണ് there is a difference, ഇല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്സ് വരാൻ കാരണം എന്നുള്ള ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ പ്രൊനൗൺസിയേഷൻ. പിന്നെ പതുക്കെ പ്രൊനൗൺസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. A to Z വരെയും ഞാൻ പ്രൊനൗൺസ് ചെയ്യും, ശ്രദ്ധിച്ച് കേൾക്കൂ. എന്തെങ്കിലും നമ്മളിപ്പോ പറയുന്ന ലെറ്റേഴ്സ് ഇന്ന് വേരിയേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അത് ട്രൈ ടു ചേഞ്ച് ഇറ്റ്. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, and Z. So ഇതാണ് ഈ 26 ലെറ്റേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ. സോ ഇത് 2 ടൈപ്സ് ആണ്, A, E, I, O, U. ഈ ലെറ്റേഴ്സിൽ ഈ 5 ലെറ്റേഴ്സ് A, E, I, O and U. ഈ 5 ലെറ്റേഴ്സ് they are called as vowels എന്ന് പറയും. നമ്മൾ നോർമലി വെൽ എന്ന് പറയും, വവൽ എന്നല്ല. vowel എന്നാണ് എന്റെ പ്രൊനൗൺസിയേഷൻ. vowel എന്നാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുക. vowel. woolen clothes, വിന്ററിൽ നമ്മൾ തണുപ്പ് സമയത്ത് ഉപയോഗിക്കുന്ന woolen clothes എന്നല്ലോ, wool. vowel. ഇതാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. vowel എന്നുള്ളത് അല്ല. രണ്ടാമത്തത് കോൺസണൻസ്. റിമൈനിങ് 21 ആൽഫബറ്റ്സും they are called as consonants. consonant ഇതാണ് പ്രൊനൗൺസിയേഷൻ. consonant. consonant അല്ല, consonant. ഇനി പ്ലൂറലിലാണ് ഇത് പറയുന്നത് വെച്ചാൽ consonants. T വന്ന് സൈലന്റ് ആയിരിക്കും. സോ കോൺസണൻസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി എന്ത് കാരണമാണ് ഇതിനെ നമ്മൾ vowels and consonants എന്ന് പറയുന്നത്? ഇത് എനിക്കും ചെറിയത് തൊട്ട് അറിയുന്നില്ല. EEIOU vowels, remaining 21 consonants എന്ന് മാത്രമേ അറിയുള്ളൂ. സോ അത് എന്ത് കാരണം എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷ് കോഴ്സസ് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്. സോ എന്താണ് എന്ന് നോക്കിയാൽ നമ്മളൊരു ചെറിയ ടാസ്ക് ചെയ്യാം, അപ്പോൾ നമ്മൾക്ക് ഈ ഡിഫറൻസ് അറിയും. A തൊട്ട് E വരയ്ക്കും, ABCD തൊട്ട് E വരയ്ക്കും നമ്മൾ ഒരുമിച്ച് ചൊല്ലാം. എന്നിട്ട് ഡിഫറൻസ് എന്താ എന്ന് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. A, B, C, D, E. ഈ 5 പറഞ്ഞല്ലോ. ഇതിൽ A and E ആണ് വന്നിട്ട് vowels. റിമൈനിങ് B, C and D consonants ആണ്. ഈ B, C, D നമ്മളുടെ ചുണ്ട്, പല്ല് അല്ലെങ്കിൽ നാക്ക് വേറെ എവിടെയും തട്ടാണ്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ പറ്റില്ല. B ചുണ്ട് തട്ടും, C പല്ല് തട്ടും, teeth should be together. D again പല്ല് പിന്നെയും അതേപോലെ D എന്ന് പറയണം. അപ്പോഴാണ് നമ്മൾക്ക് ഈ ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക. എന്നാൽ A, E, I, O, U ഈ 5 ലെറ്റേഴ്സും ഞാൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്റെ പല്ലോ
ഇല്ലെങ്കിൽ ടങ്ങോ ഇല്ലെങ്കിൽ മൗത്തോ ഇതെവിടെയും വന്നിട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ഫ്രീ ഫ്ലോ ഓഫ് എയർ ആണ് നടക്കേണ്ടത്. ഈ ഫ്രീ ഫ്ലോ ഓഫ് എയറിൽ ഈസി ആയിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഈ ലെറ്റേഴ്സിനെയാണ് നമ്മൾ വാവൽസ് എന്ന് പറയുന്നത്. അത് പറ്റാത്ത പല്ല് വേണം, അല്ലെങ്കിൽ ചുണ്ട് വേണം, അല്ലെങ്കിൽ മൗത്ത് ഏരിയ അല്ലെങ്കിൽ ടങ് വേണം എന്ന് പറയുന്ന ഇൻവോൾവ് ആണ്, വേറെ എന്തെങ്കിലും ഇൻവോൾവ് ആണ് ഈ ലെറ്റേഴ്സിനെ നമ്മൾ കോൺസണൻസ് എന്ന് പറയും. ഓക്കെ, സോ അതാണ് ഇന്നത്തെ കോണ്ടന്റ്. ഇന്നത്തെ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരും. So stay here in my channel. മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കൂ. സോ ദാറ്റ് ഞാൻ പറയുന്നത് എല്ലാം എന്താ പറയുക, ഒരു കോഴ്സ് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ലെസൺ 1, ലെസൺ 2, ലെസൺ 3 എന്നപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ ഒരുവിധം ഇംഗ്ലീഷ് നിയർലി നിങ്ങൾക്ക് ഒരു 75% വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വന്ന് മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ആണ് വേണ്ടത്, അല്ലാണ്ട് നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി പഠിക്കണം എന്നുള്ള ആവശ്യം ഉണ്ടാവില്ല. ബട്ട് ഐ ആം ഗോയിങ് ടു ഗിവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. So I hope you like the content. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ stay here with me. Again, it is a request, and also support me. Thank you for watching this video. Bye bye.